ഈ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെ ജീവൻ ടി പി ചന്ദ്രശേഖരന്റെ പോലെ തീർന്നേ. കാരണം ഇവർ തീർക്കും. ഇവർ ഗുണ്ട നേതാവാണ്. ഒരു ഗുണ്ടയുടെ ഭാഷയല്ലേ ഇവർ സംസാരിക്കുന്നത്. ആ അടിച്ചതിൻ്റെ മറ്റേ ആ ഫോട്ടോ എടുത്ത ആളോടും അടിച്ച് ഞാൻ ചെവിക്കുറ്റി പൊട്ടിക്കും എന്ന് പറയുന്നു. ഒരർത്ഥത്തിൽ സ്ത്രീ എന്നല്ല, ആരും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വളരെ മോശപ്പെട്ട സംഭാഷണം ശോഭയുടെ വായെന്ന് വരുന്നു. പി കെ ശശി പാർട്ടിയിൽ നിന്ന് പോയ ഉടനെ പിന്നെ പറയുന്നത് എന്താ, ഇനിയിപ്പോൾ തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വരാം എന്ന് സി പി എം പറയുക. അവർക്ക് സി പി എമ്മിനും ബി ജെ പിക്കും തുല്യമായ, സി പി എമ്മിന് തുല്യമായ തരത്തിൽ. അതുകൊണ്ടാണ് അവർ തമ്മിൽ അവിടെ കണ്ണൂർ വലിയ സംഘർഷമൊക്കെ ഉണ്ടാകുന്നത്. ബി ജെ പി അങ്ങോട്ട് കൊല്ലുന്നു, സി പി അങ്ങോട്ട് കൊല്ലുന്നു, ആർ എസ് എസ് കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യം. എന്തുകൊണ്ടാണ് 34 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സ്ഥലത്ത് ഒരു പാർട്ടിക്ക് എങ്ങനെ സംഭവിച്ചതെന്താ? അത് ഫാസിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. ഫാസിസ്റ്റ് പാർട്ടി ആയി കഴിഞ്ഞപ്പോൾ തകർന്നാൽ പിന്നെ അത് ഉടഞ്ഞു പോകും. അത് തന്നെയാണ് കേരളത്തിലും. ജനാധിപത്യ ഘടന നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അടിവേര് നഷ്ടപ്പെടും. അടിവേര് നഷ്ടപ്പെട്ട മരം എത്ര വളർന്നാലും ഉണങ്ങി. നമ്മൾ പല വിഷയം സംസാരിക്കുമ്പോഴും പറയുന്നതാണ് കേന്ദ്രത്തിലെ മോദിയാണ് കേരളത്തിലെ പിണറായി എന്ന്. എനിക്ക് തോന്നുന്നു പല വിഷയങ്ങളിലും സി പി എമ്മും ബി ജെ പിയും ഒരേ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നണികളാണ് എന്ന് പറയേണ്ട രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ കുഞ്ഞികൃഷ്ണൻ ഫണ്ട് തട്ടിപ്പിന്റെ വിഷയം ആരോപിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതുപോലെ ശോഭാ സുരേന്ദ്രന്റെ വിഷയത്തിൽ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട ബിന്ദുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നു. അപ്പൊ പാർട്ടിക്കെതിരെ ഒരു ശബ്ദവും ഉയരരുത് എന്ന രീതിയിലേക്ക് ഈ രണ്ട് പാർട്ടിയും മാറിയില്ലേ? അല്ല, ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് ബി ജെ പി എന്നതുപോലെ ഒരു സോഷ്യൽ ഫാസിസ്റ്റ് പാർട്ടിയാണ് സി പി എം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന അതൊക്കെ ഫാസിസ്റ്റ് ലക്ഷണമാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് ജനാധിപത്യത്തിലില്ല. മോഡി ചോദിക്കുന്ന പോലെ തന്നെ പിണറായി ചോദിക്കുന്നത് ഞാനല്ലാതെ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നേരത്തെ ചോദിച്ചത്, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ മിക്കവാറും ആളുകൾ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും സീറ്റ് കിട്ടിയിട്ടും കിട്ടാണ്ടും ആശയപരമായും ഒക്കെ പാർട്ടി മാറാറുണ്ട്. കേരളത്തിൽ ഇപ്പോൾ അത് വലിയ അത്ഭുതമല്ല. കാരണം ഒരു പാർട്ടിയും അങ്ങനെ കടുത്ത പ്രത്യയശാസ്ത്ര ദാർഢ്യത്തിലുള്ള പാർട്ടിയൊന്നുമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് അങ്ങോട്ട് വരും. ഇപ്പോൾ സാരി കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ഇതിൽ വന്നു. നിരവധി പേർ മറ്റു പാർട്ടികളിലേക്ക് പോയി വന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വന്തം പാർട്ടി നേതാക്കളെ എതിർത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സി പി എമ്മും ബി ജെ പിയും കാണിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം നമ്മൾ വളരെ കൂടുതലായി. ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് ജി സുധാകരൻ വന്നു. എന്തൊക്കെ ആക്ഷേപങ്ങളും അലമ്പ് വർത്തമാനങ്ങളും ആ സുധാകരനെതിരെ പറയുന്നത്. അത് കണ്ണൂരല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഐഷ പോറ്റിക്കും എന്തൊരു ചീത്ത വർത്തമാനങ്ങളാണ് പറഞ്ഞത്. എന്നാൽ കണ്ണൂരെത്തുമ്പോൾ സ്വഭാവം മാറും. അവിടെ ഇപ്പോൾ ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പുറത്തുവിട്ട് പുസ്തകം എഴുതിക്കൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വരുന്നത്. കുഞ്ഞികൃഷ്ണൻ, ഞാൻ അന്ന് തന്നെ കുഞ്ഞികൃഷ്ണൻ പുറത്തു വരുന്നതെന്ന് തന്നെ പലരും സംശയം ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയാവും. ഞാൻ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് വിചാരിച്ച ആളാണ്. കാരണം ജീവൻ രക്ഷിക്കാനാണ്. ഈ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെ ജീവൻ ടി പി ചന്ദ്രശേഖരന്റെ പോലെ തീർന്നേ. കാരണം ഇവർ തീർക്കും. കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നെങ്കിൽ കുഞ്ഞികൃഷ്ണൻ രക്ഷയുണ്ടാവില്ല. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയായത്. എന്നിട്ട് എന്താണ്ടായി? എന്ത് ആക്ഷേപങ്ങൾ മാത്രമല്ല, ഫിസിക്കലായ അക്രമങ്ങൾ എത്ര സ്ഥലങ്ങളിൽ. അല്ല, ഭാര്യയുടെ ഇത് കത്തിക്കുക, സുഹൃത്തിൻ്റെ വീടിൽ കത്തിക്കുക, സ്കൂട്ടർ കത്തിക്കുക, അങ്ങനെ നിരവധി നിരന്തരം അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക പയ്യന്നൂർ മേഖലയിൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റബൽ അല്ലെങ്കിൽ എതിർ ശബ്ദം സഹിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ വിഷയത്തിൽ നമ്മളിപ്പോൾ കണ്ടത്. ബിന്ദു എന്ന് പറയുന്ന അവർ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടും. ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ അത് ശോഭാ സുരേന്ദ്രൻ്റെ വോയിസ് ക്ലിപ്പ് അല്ല എന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ അല്ല എന്ന് അങ്ങനെയാണല്ലോ സാധാരണ ആദ്യം പറയാം. ഇപ്പൊ കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ വോയിസ് ക്ലിപ്പ് വന്നപ്പോൾ എൻ്റെ അല്ല ആണ് എന്നൊക്കെ പറഞ്ഞു. ഇതിവരല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ മുഴുവൻ കേൾക്കുക. ഞാനിത് മുഴുവൻ കേട്ടാം. അത് കേട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് ബിന്ദു പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, ഇവർ ഗുണ്ട നേതാവാണ്. ഒരു ഗുണ്ടയുടെ ഭാഷയല്ലേ ഇവർ സംസാരിക്കുന്നത്. ആ അടിച്ചതിൻ്റെ മറ്റേ ആ ഫോട്ടോ എടുത്ത ആളോടും അടിച്ച് ഞാൻ ചെവിക്കുറ്റി പൊട്ടിക്കും എന്ന് പറയുന്നു. പിന്നെ ഇവരോട് എന്തൊക്കെയാണ് പറയുന്നത്? ഇങ്ങനെ ഞാൻ ശരിയാക്കും, അപ്പടി ചെയ്യും, ഇപ്പടി ചെയ്യും, നീ മറ്റേ അത് ഇത് ചെയ്യും. മാത്രമല്ല, ഒരർത്ഥത്തിൽ സ്ത്രീ എന്നല്ല, ആരും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വളരെ മോശപ്പെട്ട സംഭാഷണം ശോഭയുടെ വായെന്ന് വരുന്നു. ഞാൻ പറഞ്ഞ ബിന്ദുവിനെ എനിക്കറിയില്ല. ശോഭാ സുരേന്ദ്രനെ നമ്മൾ കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ അറിയാം. ബിന്ദു ആരോ ആവട്ടെ, അത്ര വലിയ നേതാവല്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന, ഇതിനു മുമ്പ് പലവണ മത്സരിച്ച് തോറ്റതാണെങ്കിലും മത്സരിച്ചിട്ടുള്ള, കേരളം അറിയപ്പെടുന്ന
അവരുടെ BJP വൈസ് പ്രസിഡന്റോ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു, അവരാണ്. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ വർത്തമാനം പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ബിന്ദു ഒരു പത്രസമ്മേളനത്തിലും എല്ലാം ബിന്ദു പറഞ്ഞു, എന്താ കാര്യം, ഇവർ ഗുണ്ടാ നേതാവാണ്, ഇവർക്ക് ഗുണ്ടകളുമായി ബന്ധമുണ്ട്, ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. കെ സുരേന്ദ്രനെ ഭീഷണിപ്പെടുത്തുന്നത് മറ്റേ കൊടകര കുഴൽപ്പണ കേസ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ പല നേതാക്കന്മാരെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവർക്ക് അതുകൊണ്ട് ഇവർ അത്രയും ഇതാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഫാസിസ്റ്റ് സ്വഭാവം തന്നെയാണ്. അത് BJP ചേർന്ന സ്വഭാവമാണ്, ഫാസിസ്റ്റ് സ്വഭാവം തന്നെയാണ്. എല്ലാവരും പറയില്ല, ചിലർ പറയും, ചിലർ ചെയ്യും. ഇപ്പൊ CPM ഒക്കെ അങ്ങനെയാണ്, ചിലപ്പോൾ പറയുന്നതൊക്കെ കൂടി ചെയ്യും. അപ്പൊ അത് ജനാധിപത്യത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഞാൻ കാലുമാറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് പോകുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ സീറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ എന്താ പോട്ടെ, പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെ ഉണ്ട്, അതുണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പലരും പലപ്പോഴും അവനവനും പാർട്ടി മാറും. എൻ്റെ പാർട്ടി വിടുന്നത് വരെ ഇയാൾ വളരെ നല്ല മനുഷ്യൻ. ഇപ്പൊ സുധാകരനെ കുറിച്ച് അങ്ങനെയല്ലേ, സുധാകരനെ കുറിച്ച് എന്തൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പൊ സജി ചെറിയാൻ പറഞ്ഞ് എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. എന്താ അതിന്റെ കഥ, അയാൾക്ക് എന്താ പറയാനുള്ളത്? കുഞ്ഞികൃഷ്ണനെ കുറിച്ച് പറയാനുണ്ട്, പറഞ്ഞോളൂ. ഐഷ പോറ്റിയെ കുറിച്ചും അതിൽ കൂടുതൽ പറയാനുണ്ട്. എങ്ങനെയാ അങ്ങനെ വന്നേ? PK ശശിയെ കുറിച്ച് PK ശശി പാർട്ടിയിൽ നിന്ന് പോയി. ഞാൻ PK ശശിയുടെ സപ്പോർട്ടറല്ല. PK ശശി പാർട്ടിയിൽ നിന്ന് പോയ ഉടനെ പിന്നെ പറയുന്നത് എന്താ, ഇനിയിപ്പോ തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വരാം എന്ന് CPM പറയാ. അപ്പൊ അതിനർത്ഥം എന്താ? ഈ തറവാട്ടി പിറന്ന പെണ്ണെന്ന് പറയുന്നത് തന്നെ വളരെ മോശപ്പെട്ട ഒരു പ്രയോഗ. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല ഒരാളും പറയാൻ പാടില്ല. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ തറവാട്ടി പിറന്നതാണ്, അവിടെ പിറന്നാണെന്നുള്ളതല്ലോ. അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് എന്തെങ്കിലും വിലയുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂഡൽ സങ്കല്പങ്ങൾ, ഈ ഫ്യൂഡൽ സങ്കല്പങ്ങൾ തന്നെയാണ് ഫാസിസ്റ്റ് പ്രവണതയിലേക്ക് പോകണം. BJPക്കും പറ്റിയതാ. അപ്പൊ ഈ ഫാസിസ്റ്റ് പ്രവണത ഈ ശോഭാ സുരേന്ദ്രൻ ഒരിക്കലല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഈ നേരത്തെ പറഞ്ഞ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ആ കുട്ടിയുടെ നേരെയും മറ്റാളുകളുടെ നേരെയും അവർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ, അവരുടെ സമീപനം, അവർക്ക് CPMനും BJPക്കും തുല്യമായ, CPMന് തുല്യമായ തരത്തിൽ. അതുകൊണ്ടാണ് അവർ തമ്മിൽ അവിടെ കണ്ണൂർ വലിയ സംഘർഷമൊക്കെ ഉണ്ടാകുന്നത്. BJP അങ്ങോട്ട് കൊല്ലുന്നു, CPM അങ്ങോട്ട് കൊല്ലുന്നു, RSS കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഇത് ജനാധിപത്യത്തിന് യോജിച്ചതല്ല. എതിരഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടിയിലും ഉണ്ടാവണം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അക്കാര്യത്തിൽ മെച്ചമാണെന്ന് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഒരു ചാനല് ബംഗാളിലെ CPM ഓഫീസിന്റെ പടം കാണിച്ചുകൊണ്ട് ഇത് കാണിച്ചു. അവിടെ ഈച്ച കിടക്കുന്ന സംഗതി പോലും ഇല്ല. ഇതുപോലൊരു വാശിയേറി തെരഞ്ഞെടുപ്പല്ലേ അവിടെ നടക്കണേ. 34 വർഷം അവിടെ ഭരിച്ച പാർട്ടിയല്ലേ. പാർട്ടി ഓഫീസിൽ ഈച്ച പോലും ഇല്ല, നേതാക്കന്മാർ തിരക്കില്ല, സ്ഥാനാർത്ഥികളില്ല, ആരുമില്ല. അവിടെ ഒന്നുമില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ തെരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു നേതാക്കന്മാരൊക്കെ എവിടെയാ? അതൊന്നും അറിയില്ല, എവിടെയൊക്കെ ഉണ്ട്, പ്രചരണമുണ്ട്. എന്തുകൊണ്ടാണ് 34 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സ്ഥലത്ത് ഒരു പാർട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചെന്താ? അത് ഫാസിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്. ഫാസിസ്റ്റ് പാർട്ടി ആയി കഴിഞ്ഞപ്പോൾ തകർന്നാൽ പിന്നെ അത് ഉടഞ്ഞു പോകും. അത് തന്നെയാണ് കേരളത്തിലും എല്ലാ ഫാസിസ്റ്റ് പാർട്ടികൾക്കും ചരിത്രത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ BJP ഇപ്പോൾ അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞാൽ BJPക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ തകർന്നു പോകും. കാരണം പിന്നെ ആളുകൾക്ക് ഇതുമായിട്ടുള്ള ആത്മബന്ധം ഈ ഒരു വലിയൊരു ഫിഗർ അങ്ങനെയുള്ള പുറത്തൊക്കെയാണ്, അത് പോകും. കോൺഗ്രസിന് അതല്ല, പിന്നെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. ഇപ്പൊ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോയ എത്ര സംസ്ഥാനങ്ങൾ കഴിഞ്ഞ 40 വർഷമായി ഒരു ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഇല്ലേ? 40 വർഷമായി. ഇപ്പൊ UP ഭരണത്തിലില്ല, ബീഹാറിൽ ഭരണത്തിലില്ല, പല സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലില്ല, പല സംസ്ഥാനങ്ങളിലും ഇല്ല, കോൺഗ്രസ് ഇല്ല. വല്ലപ്പോഴും വരുന്ന രാജസ്ഥാനോ മധ്യപ്രദേശോ ഒക്കെ ഉണ്ടെന്നുള്ളൂ. എന്നിട്ടും അവിടെയൊക്കെ കോൺഗ്രസിന് ഇപ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്? അതിന്റെ ജനാധിപത്യ ഘടന കൊണ്ടാണ്. ജനാധിപത്യ ഘടനയുണ്ട് അതിന്. ജനാധിപത്യ ഘടന നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അടിവേര് നഷ്ടപ്പെടും. അടിവേര് നഷ്ടപ്പെട്ട മരം എത്ര വളർന്നാലും ഉണങ്ങിപ്പോകും. അതാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ശോഭയൊക്കെ വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നിരുന്നെങ്കിൽ ശോഭയുടെ പണി തീർന്നത്. ഇപ്പോൾ കിട്ടുന്നത് 2ാം സ്ഥാനം, ചിലപ്പോൾ 3ാം സ്ഥാനമായി പോയി. അത്രയൊക്കെ. അതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം.